അപ്പോൾ പ്രിയപ്പെട്ടവരെ, റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് പുനർനിർമ്മാണത്തിനും ഡ്രൈനേജ് നവീകരണത്തിനും റെയിൽവേ അനുമതി നൽകുന്നില്ല എന്നാണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ പരാതി. നഗരസഭ മുന്നോട്ട് വെച്ച പ്രപ്പോസലിന് റെയിൽവേ അനുമതി നൽകിയില്ല. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ നഗരസഭ മുന്നിട്ടിറങ്ങി ശുചീകരിച്ചു. പിന്നല്ല, നമുക്ക് കണ്ടുവരാം. തദ്ദേശ സ്ഥാപനങ്ങൾ ഇറങ്ങിയാൽ പോലും റെയിൽവേ സഹകരിക്കുന്നില്ലെന്നാണ് പരാതി. മാലിന്യനിർമ്മാർജ്ജനത്തിനും വെള്ളക്കെട്ട് പരിഹാരത്തിനും റെയിൽവേ അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡാണിത്. കഴിഞ്ഞ ദിവസം മുട്ടറ്റം വെള്ളമുണ്ടായിരുന്നു. വർഷങ്ങളായുള്ള ഈ പ്രശ്നത്തിന് പരിഹാരമായി നഗരസഭ മുന്നോട്ട് വെച്ച ഡ്രൈനേജ് നിർമ്മിക്കാമെന്ന പ്രപ്പോസലിനോട് റെയിൽവേ മുഖം തിരിച്ചു. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ നഗരസഭ തന്നെ ഇറങ്ങി ചെളിയും കാടും നീക്കം ചെയ്തു. കുശാൽ നഗർ ഗേറ്റ് മുതൽ മദേഴ്സ് ആശുപത്രി വഴി സ്റ്റേഷൻ റോഡ് വരെ സ്വന്തം ചെലവിൽ ഡ്രൈനേജും റോഡും നിർമ്മിക്കാമെന്നായിരുന്നു നഗരസഭയുടെ പ്രപ്പോസൽ. റെയിൽവേ ഉടക്കുവെക്കുകയാണെന്ന് കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ അബ്ദുള്ള ബിൽടെക് പറഞ്ഞു. റെയിൽവേ സ്ഥലം വിട്ടുവരികയാണെങ്കിൽ ഡ്രൈനേജ് നിർമ്മിക്കാൻ കാഞ്ഞങ്ങാട് നഗരസഭ തയ്യാറാണ്. ഇന്ന് സ്റ്റേഷൻ മാസ്റ്ററും മറ്റുമൊക്കെ നമ്മൾക്ക് പൂർണ്ണ സഹകരണമായിരുന്നു. ഈ വെള്ളക്കെട്ടുള്ളത് കൊണ്ട് യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഈ അവസരത്തിൽ എല്ലാവരും, റെയിൽവേയും അതേപോലെ തന്നെ നഗരസഭയിലെ ചെയർപേഴ്സണും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വർക്കർമാർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ സജീവമായി രാവിലെ 10 മണിക്ക് തന്നെ ഇവിടെ ഇറങ്ങിയതാണ്. ഇതുവരെ ആരും പോയിട്ടില്ല. ഇപ്പോൾ JCB വെച്ച് ശരിയാക്കുകയാണ് ചെയ്യുന്നത്. റെയിൽവേ ഒന്നും വളരെ ഒരു മെല്ലെപ്പോക്ക് നയമാണ്. പാർക്കിംഗ് സൗകര്യമൊരുക്കാൻ നഗരസഭയും സ്വകാര്യ വ്യക്തികളും മുന്നോട്ട് വന്നിട്ടും റെയിൽവേ പച്ചക്കൊടി കാട്ടിയില്ല. റിപ്പോർട്ടർ, കാസർഗോഡ്.